നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ലൈഫിൽ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും അല്ലേ. ഈ സന്തോഷം നമുക്ക് ക്യാഷ് ഒന്നും കൊടുത്താൽ കിട്ടൂല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചില ആൾക്കാർക്ക് സന്തോഷം. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഈ ഒരു പൂക്കൾ കാണുമ്പോഴൊക്കെ എനിക്ക് ചിലപ്പോൾ മനസ്സിനൊരു ഒരു സമാധാനം തോന്നും, അല്ലെങ്കിൽ സന്തോഷം തോന്നും. ചില ആൾക്കാർക്ക് കണ്ടില്ലേ, അമ്പലത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ഭയങ്കര ഒരു മൈൻഡ് ഫ്രീ ആവുന്ന പോലെ തോന്നും, അവർ ഹാപ്പി ആയിട്ടിരിക്കും. ചില അധിക പേര് നമ്മൾ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് അമ്പലത്തിൽ പോവുക, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ചില ആൾക്കാർക്ക് ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് എന്താ പറയാ, ഒന്ന് യാത്ര പോകാൻ എനിക്കിഷ്ടം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്തുന്നത് ഓരോരോ രീതിയിലാണ്. എന്താണെങ്കിലും ആ സന്തോഷം കണ്ടെത്തുന്നതൊന്നും ഒരിക്കലും ക്യാഷിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഹാപ്പി ആയിരിക്കും. ഒരു ചെറിയൊരു കുട്ടീനെ കണ്ട, അല്ലെങ്കിൽ ഒരു പൂവ് കണ്ട, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ എന്തെങ്കിലും നമുക്ക് കാണുമ്പോൾ നിസ്സാരം തോന്നുന്ന അവർക്ക് ചിലപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഇതൊന്നും കണ്ടാലൊന്നും അവർക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാട്ടോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷങ്ങൾ കണ്ടെത്തുന്നത്. മാക്സിമം എന്താ വെച്ചാല്, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ എന്താ പറയാ, ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഹാപ്പിയാണ്. അതുപോലെ എന്താ പറയാ, കുറെ എന്റെ ഫ്രണ്ട്സുകളെ എപ്പോഴെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും ഞാൻ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ നമുക്കൊരു എന്താ പറയാ എൻജോയ്മെന്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ വളരെ ലക്കി ആയിട്ടിരിക്കും. എന്താ വെച്ചാല് അങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വലിയ വലിയ കാരണങ്ങൾ തേടി പോകേണ്ടി വരില്ല. നമ്മുടെ ചുറ്റുപാട് തന്നെ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും. എപ്പോഴും നമ്മൾ ഈ ഇല്ലായ്മകളെ കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷവും വരാൻ പോകുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരും.